ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അപ്പ് അഗെയിൻസ്റ്റ് ബോണ്ടേജ് എന്നുള്ള നരേന്ദ്ര ജാദവിൻ്റെ ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തിന് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റാണ്, അതേപോലെ തന്നെ റൈറ്ററാണ്, എഡ്യൂക്കേഷനിസ്റ്റാണ്, അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട് അൺടച്ചബിൾസ് മൈ ഫാമിലീസ് ട്രയംഫന്റ് ജേർണി ഔട്ട് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു എക്സെപ്റ്റാണ് നമുക്ക് ഈ പഠിക്കാനുള്ള അപ്പ് അഗെയിൻസ്റ്റ് ബോണ്ടേജ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ദാമു എന്ന് പറയുന്നത് മഹർമാനാണ്. മഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മഹർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മെമ്പറായിട്ടുള്ള ദാമു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടുള്ള അവർക്ക് ചെയ്യണമെന്ന് മറ്റുള്ളവർ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ജോലിയാണ് യസ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന ജാതിക്കാർ എന്ന് സ്വയം പറയുന്ന വിഭാഗക്കാർ ചെയ്യാൻ മടിക്കുന്ന തൊഴിലുകൾ, മേ ബി മെസ്സഞ്ചറായിട്ടാവാം, അല്ലെങ്കിൽ കാവൽക്കാരനായിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഹൈജീനായിട്ടുള്ള ജോലികളാവാം. അത്തരത്തിൽ ഉയർന്ന ജാതിക്കാർ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് യസ്കർ എന്നുള്ള ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന മഹർ വിഭാഗത്തിലെ ഒരു വ്യക്തിയായിട്ടുള്ള ദാമു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള അപ്പ് അഗെയിൻസ്റ്റ് ബോണ്ടേജ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അത് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറിയാണ് പറയുന്നത്. ഹോൾ സ്റ്റോറി തന്നെ നമ്മൾ ആ സമ്മറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചോ. ജസ്റ്റ് ഒരു കഥ വായിക്കുന്ന പോലെ ഇരുന്ന് വായിച്ചാൽ മതി. കാരണം അത്രയും സിമ്പിൾ ലാംഗ്വേജ് ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ട് വരാനുള്ള വേർഡ്സോ കാര്യങ്ങളൊന്നും അതിനകത്ത് കാര്യമായിട്ട് വരുന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ ജസ്റ്റ് ഈ സമ്മറി കേൾക്കുക, എന്നിട്ട് പിന്നീട് ആ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് വായിച്ച് നോക്കണം കേട്ടോ, മറക്കരുത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദാമു എ മഹർ എന്ന് പറഞ്ഞിട്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പെർഫോമിങ് ഹിസ് യസ്ക ഡ്യൂട്ടി ഇൻ വില്ലേജ് ഓഫ് ഓസർ. അപ്പോൾ അവരുടെ വില്ലേജിൻ്റെ പേരാണ് ഓസർ എന്നുള്ളത്. അപ്പോൾ അവിടെ അവർ യസ്ക ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മഹർ വിഭാഗത്തിൽ ദാമു എന്ന് പറയുന്ന ആൾ. ഹിസ് ടാസ്ക് വിത്ത് അനൗൺസിങ് ദ റൈവൽ ഓഫ് എ മാമിൽദാർ, എ സീനിയർ റവന്യൂ ഒഫീഷ്യൽ, ആൻഡ് എൻഷുറിങ് ദാറ്റ് ദി വില്ലേജേഴ്സ് ആർ അവയർ ഓഫ് ഹിസ് വിസിറ്റ്. അപ്പോൾ അവരുടെ വില്ലേജിലേക്ക് മാമിൽദാർ വരികയാണ്. മാമിൽദാർ എന്നുള്ളത് നമ്മൾ തഹസിൽദാറൊക്കെ പോലത്തെ വേറൊരു പൊസിഷനാണ് കേട്ടോ. അപ്പോൾ മാമിൽദാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനക്ക് ദാമുവിന് എന്ത് ചെയ്യാണ്, അവിടുന്ന് ഇൻഫോർമേഷൻ കിട്ടുകയാണ്. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കുക, അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇനി അയാൾക്ക് ആ ഒരു മാമിൽദാറിന് എസ്കോർട്ട് പോവുക, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതൊക്കെയാണ് ഇനി ആൾക്കുള്ള ഡ്യൂട്ടി. Damu takes his responsibility seriously and runs to announce the Mamildar's arrival despite the scorching heat. അപ്പോൾ ആളുടെ ആൾ സഞ്ചരിച്ച് വരുന്നതിന് മുന്നിൽ ഇവന് ഓടേണ്ടി വരികയാണ് ദാമുവിന്. എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിപ്പാടും, അദ്ദേഹം വരുന്നതിനെക്കുറിച്ചും അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ അനൗൺസ് ചെയ്ത് മുന്നിൽ ഓടിപ്പോവാം. ഇവർ വരുന്നത് കാൽനടയായിട്ടല്ല, പക്ഷേ ഇവനോ പോകേണ്ടി വരുന്നത് കാൽനടയായിട്ടാണ്. അവ അത്രയും ചുട്ടുപൊള്ളുന്ന തീയാണെന്നുണ്ടെങ്കിലും അത്രയും വെയിലാണെന്നുണ്ടെങ്കിലും അവൻ ആ ഒരു മുന്നിൽ ഓടിപ്പോയിട്ട് ഇയാളെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇയാളെ വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ, അതായത് മറ്റുള്ള വില്ലേജിലെ ആളുകളെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അയാളെ കുറിച്ച് ഇങ്ങനെ പാടി പൂഴ്ത്തിക്കൊണ്ട് പോകേണ്ടുന്ന സിറ്റുവേഷൻ വരാണ്. രാവിലെ എഴുന്നേറ്റ് പോയതാണ്. ഫുഡ് കാര്യങ്ങളൊന്നും ദാമുവിന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ലേറ്റർ ദാമൂസ് ഓർഡർ ടു ഗാർഡ് എ ഡെഡ് ബോഡി ഇൻ എ വെൽ. അങ്ങനെ ആൾക്ക് വേണ്ട ലൊക്കേഷനിലേക്കൊക്കെ ആളെ എത്തിക്കുന്നുണ്ട് നമ്മുടെ മാമിൽദാറിനെ. ഇനി ആൾക്ക് നമ്മുടെ ദാമുവിന് കിട്ടിയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്, ഒരു കിണറിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്, അതിന് കാവലിരിക്കണമെന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അടുത്തേക്കൊന്നും ആരും വരരുത്. അപ്പോൾ എന്നാണോ ഇനിയിപ്പോൾ അതിന് അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ നമ്മുടെ ഇതിന് ഇൻക്വസ്റ്റ് നടത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓഫീസർ വരും. അപ്പോൾ അതുവരെ അതിന് കാവലിരിക്കണം എന്നൊരു ഡ്യൂട്ടി കൂടി ദാമുവിന് കൊടുക്കുകയാണ്. ഹിസ് ഇൻസ്ട്രക്ടഡ് ടു എൻഷുർ ദാറ്റ് നോ വൺ അപ്രോച്ചസ് ദ ബോഡി അൺടിൽ ദ ഫോഴ്സർ അറൈവ്സ് ടു ഇൻസ്പെക്ട് ദ സീൻ. ഫോഴ്സർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, കൊലപാതകം മരണം എന്തോ ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ ആത്മഹത്യ എന്തോ ആയിക്കോട്ടെ, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഓഫീസറാണ് ഫോഴ്സർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോഴ്സർ വരുന്നത് വരെ എന്ത് ചെയ്യണം, നമ്മുടെ ദാമു അവിടെ ആ ഒരു ഏരിയയിലേക്ക്, കിണറിൻ്റെ ഭാഗത്തേക്ക് ആരും വരാതെ സംരക്ഷിക്കണം. Damu is hesitant and uncomfortable with this task but has forced to comply. ദാമുവിനൊട്ടും താല്പര്യമൊന്നുമില്ല, പക്ഷേ അവൻ്റെ ആ ഒരു ജാതി അല്ലെങ്കിൽ ആ വിഭാഗം അതായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജോലികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ താല്പര്യം ഇല്ലെങ്കിൽ പോലും ആളത് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. വെൻ ദ ഫോഴ്സർ അറൈവ്സ് ഹി ഓർഡേഴ്സ് ദാമു ടു റിട്രീവ് ദ ബോഡി ഫ്രം ദ വെൽ. ഈ ഫോഴ്സർ വരുന്നത് തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. അപ്പം ഇവൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരടുത്തൊക്കെ പറയുന്നുണ്ട്, കാരണം അതായത് ആ ഒരു നൈറ്റ് ഫുൾ അവൻ അവിടെ ഡെഡ് ബോഡിക്ക് കാവലിരിക്കണം. അപ്പോൾ ദാമു പറയുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ രാവിലെ തൊട്ട് ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല, മാത്രമല്ല വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓടി നടന്നതാണ്, മാത്രമല്ല എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വൈഫിന് ജസ്റ്റ് ഒരു വിവരമെങ്കിലും കൊടുക്കണം, ഞാൻ ഇന്നത്തെ രാത്രി എത്തില്ല എന്ന്, അല്ലെങ്കിൽ അവൾ ടെൻഷൻ അടിക്കും, അവൾ വെള്ളം പോലും കുടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് പോലീസുകാരൻ അവൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്.
അപ്പോൾ വേറൊരു നിവൃത്തിയില്ല, ഒരു വിവരമൊന്നും വീട്ടിൽ അറിയിക്കാൻ അവന് നിവൃത്തിയില്ല, വീട്ടിലോട്ട് പോകാനോ ഫുഡ് കഴിക്കാനോ ഒന്നും നിവൃത്തിയില്ല. അങ്ങനെ വിശന്ന് വലഞ്ഞ് ആ ഒരു ഫുൾ ഡേ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒന്നും നാട്ടുകാരൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവിടെ വരേണ്ടുന്ന ഓഫീസർ മാത്രം അവിടേക്ക് എത്തുന്നില്ല. അയാൾ വന്ന് ഡെഡ് ബോഡി എടുത്ത് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തീർത്താൽ മാത്രമേ ഇവൻ അവിടെ നിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ്ദാർ അവിടെ എത്തുന്നുണ്ട്. ഓഫീസർ അവിടെ എത്തിയതിന് ശേഷം അവൻ്റെ അടുത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, നീ എന്താ നോക്കിയിരിക്കണം, ആ ഒരു ഡെഡ് ബോഡി അവിടെ നിന്ന് എടുക്കണ്ടേ, എന്നാലല്ലേ ഇപ്പോൾ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനോട് ഡെഡ് ബോഡി അവിടെ നിന്ന് കിണർന്ന് എടുക്കാനായിട്ട് പറയണം. ആക്ച്വലി മരിച്ചത് ഒരു സ്ത്രീയാണ്, ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടൊരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ അവിടെ നാട്ടിലുള്ളവരൊക്കെ പലതരത്തിലുള്ള റൂമറുകൾ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ആ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു മരണം നമ്മുടെ സ്വാഭാവികമായിട്ട് പല പല അഭ്യൂഹങ്ങളും കാര്യങ്ങളും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ടൊക്കെ സ്ത്രീനെ കുറിച്ച് പറയുന്നതും അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കുന്ന ആളുകളെയൊക്കെ നമുക്കതിനകത്ത് കാണാം കേട്ടോ. Damu refuses, citing the caste-based division of labor and the fact that he is not supposed to touch the body of a higher caste individual. ആക്ച്വലി ദാമുവിന് ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ ദാമു റെഡി അല്ല ഡെഡ് ബോഡി കിണറിൽ ഇറങ്ങിയെടുക്കാൻ. മാത്രമല്ല കിണർ ഭയങ്കര പഴയ കിണറാണ്, അതിനകത്ത് ഇറങ്ങാൻ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത കിണറുമാണ്. അപ്പോൾ അതിലിറങ്ങാൻ ആൾ ഒട്ടും റെഡി അല്ല. പക്ഷേ അയാൾ എന്താ പറയുന്നത്, ഞാൻ ഇതിനകത്ത് ഇറങ്ങില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ മൃതശരീരമാണ്. അപ്പോൾ അതൊരിക്കലും ഞാൻ ടച്ച് ചെയ്യുന്നത് ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് ഇഷ്ടാവില്ല, അത് വലിയ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് സാധിക്കില്ല എന്ന് തന്നെ നമ്മുടെ ദാമു അവിടെ പറയുന്നുണ്ട്. ദ ഫോഴ്സർ റെസ്പോൺസ് വിത്ത് ഫിസിക്കൽ വയലൻസ്, ബീറ്റിംഗ് ദാമു വിത്ത് ഹിസ് വെപ്പ്. പക്ഷേ അയാൾ അതൊന്നും, ആ ഒരു ഓഫീസർ അതൊന്നും കേൾക്കാൻ റെഡി ആവുന്നില്ല. അപ്പോൾ ഇവൻ ദാമു ഇത് അനുസരിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഓഫീസർ എന്ത് ചെയ്യണം, അയാളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്, അടിക്കുകയാണ് ചെയ്യുന്നത്. ഡെസ്പൈറ്റ് ദി ബ്രൂട്ടാലിറ്റി, ദാമു സ്റ്റാൻഡ്സ് ഫേം, അസേർട്ടിങ് ഹിസ് ഡിഗ്നിറ്റി ആൻഡ് റെഫ്യൂസിങ് ടു ഒബേ ദ ഓർഡർ. അപ്പോൾ ദാമുവിൻ്റെ കസിൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ദാമുവിന് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അതൊന്നും കഴിക്കാനൊന്നും അവൻ റെഡി ആവുന്നുമില്ല, കാരണം അവനറിയാം ആ ഡ്യൂട്ടി കഴിയുന്നതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവും. മാത്രമല്ല ഫുഡ് കൊണ്ടുവന്ന പാത്രം അടക്കം ഈ ഓഫീസർ വന്ന് തട്ടിക്കളയുന്നൊക്കെയുണ്ട്. അപ്പോൾ ആളും ആ ഒരു കസിനും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ദാമു എന്തൊക്കെ പീഡനങ്ങൾ, ചാട്ടവാറുകൊണ്ട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യണില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ആ ഒരു ആത്മാഭിമാനം ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ നിൽക്കുകയാണ്. ദ കൺഫ്രണ്ടേഷൻ എസ്കലേറ്റ്സ് ആൻഡ് ദാമു ഇസ് സിവിയർലി ഇഞ്ചേർഡ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ സമ്മതിക്കുന്നില്ല, ഒരുപാട് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും ആൾ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്യാൻ, അടിച്ചടിച്ചിട്ട് അവനെ ഒരു പരിവാക്കുന്നുണ്ട്. ദ ഫോഴ്സ്ദാസ് ബിഹേവിയർ ഇസ് ക്രൂവൽ ആൻഡ് ഇൻഹ്യൂമൻ ആൻഡ് ദാമൂസ് റെഫ്യൂസൽ ടു കംപ്ലൈ ഇസ് സീൻ ആസ് എ ചാലഞ്ച് ടു ദ അതോറിറ്റി. പക്ഷേ എന്തൊക്കെ പറഞ്ഞ് എത്ര ക്രൂവലായിട്ട് ബ്രൂട്ടലായിട്ട് അവൻ ഉപദ്രവിച്ചിട്ടും അവൻ എന്ത് ചെയ്യണം, ആ ഒരു അതോറിറ്റീനെ അവൻ ചാലഞ്ച് ചെയ്യുന്നേ ചെയ്യും, ഞാനിത് ചെയ്യില്ല എന്ന് തന്നെ പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കണം. ആഫ്റ്റർ ബീയിങ് ബീറ്റൺ, ദാമു റിട്ടേൺസ് ഹോം വെർ ഹിസ് ഫാമിലി ഈസ് ഷോക്ക്ഡ് ആൻഡ് അഷെയിംഡ് ഓഫ് ഹിസ് ബിഹേവിയർ. അങ്ങനെ അവിടെ നിന്ന് അവനെ അവിടുത്തെ വില്ലേജ് എൽഡർ വന്നിട്ട് അവനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നീ എന്ത് വിട്ടിത്തരായി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് അവൻ്റെ കസിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ വീട്ടിലോട്ട് വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ദാമുവിന് വളരെ മോശം റെസ്പോൺസാണ് കിട്ടുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര അപമാനമായതുപോലെ, കാരണം അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളോട്, അല്ലെങ്കിൽ എന്താ പറയുക അതോറിറ്റിയിലുള്ള, അല്ലെങ്കിൽ ആ ഒരു പോലീസ് ഓഫീസർ അടുത്ത്, അല്ലെങ്കിൽ ഓഫീസർ ലെവലിലുള്ള ആളുകളുടെ അടുത്തൊക്കെ അങ്ങനെ എതിർത്ത് സംസാരിക്കാൻ, അനുസരണക്കേട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട് വീട്ടുകാർ, ഭയങ്കര എസ്പെഷ്യലി ആളുടെ ബ്രദർ ഇൻ ലോ ഒക്കെ ഭയങ്കര മോശമായിട്ട് അവൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. His brother-in-law, Ragoli, reprimands him for tarnishing the Mahar's reputation for loyalty. അപ്പോൾ അവൻ്റെ എന്താ പറയുക ബ്രദർ ഇൻ ലോ, അതായത് വൈഫിൻ്റെ ബ്രദറായിട്ടുള്ള രഘോജി എന്ത് പറയുന്നുണ്ട്, നീ നമ്മുടെ മഹർ കമ്മ്യൂണിറ്റിയുടെ തന്നെ അപമാനമാണ്, ഞാൻ ചെയ്യാൻ പാടുണ്ടോ, നമ്മൾ അവരെന്താ പറഞ്ഞത് അനുസരിക്കുകയല്ലേ വേണ്ടത്, ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരാളും ചെയ്തിട്ടില്ല, എതിർത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇയാളെ തന്നെ ദാമുവിനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട്. However, Damu is resolute in his decision to break free from the oppressive tradition. പക്ഷെ അപ്പോഴൊക്കെയും ദാമു അതിന് എതിർത്ത് പറയണം. എന്തുകൊണ്ട് ആരും എതിർത്ത് പറഞ്ഞില്ല ഇത്രയും കാലമായിട്ട്, എന്തുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്യണം, ഞാനും എന്താ മനുഷ്യന്മാർ തന്നെയല്ലേ, പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കുന്നതിനേക്കാട്ടിലും കുറവ് എന്താ പറയുക മൂല്യമാണ് നമുക്കൊക്കെ തരുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നമ്മൾ അവരെ പോലെ മനുഷ്യരല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും ആ ഒരു ബ്രദറിൻ്റെ അടുത്ത ആൾ തറക്കിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ദാമുവിൻ്റെ വൈഫ് ഭയങ്കര ഇതായിട്ട് വിഷമിക്കുന്നതും കരയുന്നതൊക്കെ കാണാം. ബ്രദറിൻലോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ കിടന്നിട്ട് സഫർ ചെയ്യുന്ന ഒരു വൈഫിൻ്റെ റോള് നമുക്കവിടെ കാണാം കേട്ടോ. വൈഫിൻ്റെ പേരാണ് സോനു എന്നുള്ളത്. ഹി ഡിസൈഡ്സ് ടു ലീവ് ദ വില്ലേജ് വിത്ത് ഹിസ് വൈഫ് സോനു ടു സ്റ്റാർട്ട് എ ന്യൂ ഇൻ മുംബൈ. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ എന്താ പറയുക ദാമു തീരുമാനിക്കുകയാണ്. ദാമു ആ രാത്രി പുലരുന്നതിന് മുന്നേ, പുലർച്ചെ ആവുന്നതിന് മുന്നേ തന്നെ അയാൾ വൈഫിനെ കൂട്ടിയിട്ട്, സോനുവിനെ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സോനുവിന് മനസ്സിലാവുന്ന പോലും ഇല്ല എവിടേക്കാണ് പോകുന്നത്. പക്ഷേ ഒച്ച ഉണ്ടാക്കിയിട്ട് ആളുകളെ എണീപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ആൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് സോനു ചോദിക്കുന്നുണ്ട് എന്താണ് തീരുമാനം ചോദിക്കുമ്പോൾ ദാമു പറയണില്ല, നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോവുകയാണ് എന്ന്
പറഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അവളെ എതിർക്കുന്നൊക്കെയുണ്ട്, നേരം പുലർന്നിട്ട് പോയാൽ പോരെ, നമ്മൾ പോയിട്ട് എന്താ കാര്യം, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം അവൾക്ക് ദാമുവിന് ദേഷ്യം, നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആൾ വരുന്നുണ്ട് എന്നുള്ള ഡിസിഷനിൽ അവർ ഒന്നിച്ച് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അവൾ പറയും ശരി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ബേസിക്കായിട്ട് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് ഫുഡിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൾ തിരിച്ച് വരുന്നുണ്ട്. അങ്ങനെ അവർ മുംബൈയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ദിസ് ഡിസിഷൻ ഇസ് നോട്ട് ടേക്കൺ ലൈറ്റ്ലി ആസ് ദാമു നോസ് ദാറ്റ് ഇറ്റ് വിൽ ഹാവ് സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസസ്. അവനറിയാം അതിൻ്റെ പേരിൽ ഒരുപാട് മേ ബി കോൺസിക്വൻസുകൾ ഉണ്ടാവാം. ഹവർ ഹിസ് ഡിറ്റർമിൻഡ് ടു എസ്കേപ്പ് ദ ഒപ്രസീവ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ബിൽഡ് എ ബെറ്റർ ലൈഫ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. മാത്രമല്ല അപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ദാമുവിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഓപ്പറേഷൻസ് മാത്രമേ നേരിടേണ്ടി വരുള്ളൂ. അപ്പോൾ അവനും അവൻ്റെ കുടുംബത്തിനും ഒരു എന്തെങ്കിലും ബെറ്റർ ആയ സിറ്റുവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ നാട് വിട്ടു പോകണം എന്നുള്ള തിരിച്ചറിവാണ് അവനെ കൊണ്ട് ഭാര്യനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത്. ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ് ദാമു ആൻഡ് സോനു മേക്ക് എ ബോൾഡ് ഡിസിഷൻ ടു ലീവ് ദ വില്ലേജ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ വില്ലേജ് വിട്ടു പോകാൻ തീരുമാനിക്കുകയാണ്. ദേ ഗ്യാദർ എ ഫ്യൂ ബിലോങ്ങിങ്സ് ആൻഡ് എംബാർക്ക് ഓൺ എ ജേർണി ടുവേർഡ് ഫ്രീഡം, ലീവിംഗ് ബിഹൈൻഡ് ദ ഹ്യൂമിലിയേഷൻ ആൻഡ് അബ്യൂസ് ദേ ഫേസ്ഡ് ഇൻ ദ വില്ലേജ്. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്, അവർക്ക് വേണ്ട ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞല്ലോ വൈഫ് തിരിച്ചു പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട്. അതൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ അവരൊരു ഭാണ്ഡം പോലെയൊക്കെ കെട്ടിയിട്ട് അവർ പോരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എപ്പോഴും എന്താ പറയുക മനുഷ്യത്വരഹിതമായ പെരുമാറ്റം മാത്രം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആ ഒരു വില്ലേജിൽ നിന്നും അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ദിസ് ജേർണി റെപ്രസെൻറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ ദെയർ ലൈഫ്സ് ആസ് ദേ സീക്ക് ടു എസ്കേപ്പ് ദ ഒപ്രസീവ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ബിൽഡ് എ ന്യൂ ഫ്യൂച്ചർ ഫോർ ദംസെൽസ്. അതോടുകൂടി അവരെന്ത് ചെയ്യാണ്, ആ ഒരു ജാതി വ്യവസ്ഥേനെ അവരെ അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് അവർക്ക് നല്ലൊരു ഭാവി പണിതെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്യൂച്ചറിലേക്ക് അവരെന്ത് ചെയ്യാണ്, നടന്ന് നീങ്ങുകയാണ് ചെയ്യുന്നത്. ആസ് എ ലീവ് ദ വില്ലേജ് ദാമു ആൻഡ് സോനു ആർ ഫിൽഡ് വിത്ത് എ മിക്സ് ഓഫ് ഇമോഷൻ. അവർ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വികാരങ്ങൾ അവരുടെ ഉള്ളിൽ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടാവും. തീർച്ചയായിട്ടും എന്തൊക്കെയാണ്, ഫിയർ ഉണ്ടാവാം, ഭയം ഉണ്ടാവാം, അൺസർട്ടനിറ്റി ഉണ്ടാവും. ഇനി എന്ത് ഒരു അനിശ്ചിതാവസ്ഥ എന്നൊക്കെ പറയില്ലേ, എന്താണ് എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥ. ആൻഡ് ഹോപ്പ്, അതേപോലെ തന്നെ പ്രതീക്ഷയുണ്ടാവും, എന്തായാലും ഇവിടുത്തെ അത്രയും സഫർ ചെയ്യേണ്ടി വരില്ലല്ലോ എന്നൊരു പ്രതീക്ഷയും ഉണ്ടാവും. ദേ ആർ നോട്ട് ഷുവർ വാട്ട് ദ ഫ്യൂച്ചർ ഹോൾഡ്സ് ബട്ട് ദേ ആർ ഡിറ്റർമൈൻഡ് ടു മേക്ക് എ ന്യൂ ലൈഫ് ഫോർ ദംസെൽവ്സ് ഇൻ മുംബൈ. അവർക്ക് അറിയാം ഒരു എന്താ പറയുക പുതിയൊരു ഫ്യൂച്ചർ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് ഉറപ്പില്ല. പക്ഷെ അവരെന്താണ് ഒരു ന്യൂ ലൈഫ് ഉണ്ടാക്കാം അവർക്ക് വേണ്ടിയിട്ട് അവർ മുംബൈയിൽ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. ദെയർ ജേർണി ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു ദെയർ കറേജ് ആൻഡ് റെസീലിയൻസ് ടു ഫേസ് ഓപ്പറേഷനെ ഫേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനൊക്കെ പ്രതിരോധിക്കുന്നതിനുള്ള അവരുടെ ഒരു ധൈര്യമാണ് അവർ യാത്രയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജാതി വ്യവസ്ഥകൾ വരുന്നുണ്ട്, അവർ സമൂഹത്തിൻ്റെ മനോഭാവം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് തീമുകളും കാര്യങ്ങളും. അപ്പോൾ അതിനെയൊക്കെയും പ്രതിരോധിക്കാനുള്ള ആ ദാമു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു പവർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തീമുകൾ നമുക്കതിനകത്ത് വരുന്നതാണ് കേട്ടോ. താങ്ക് യു.